സ്ഥിരമായിട്ട് ടി വി സീരിയലുകൾ കാണുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഈ സീരിയലുകൾ എത്രത്തോളം പ്രഭാവം ചെലുത്തുന്നുണ്ട് എന്നതിനെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. എപ്പോഴും സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇത് ഉൾക്കൊള്ളാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ സത്യം തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം എന്താണെന്നറിയോ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഭാഷ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഭാഷ എന്ന് പറയുന്നത് ചിത്രരൂപത്തിലാണ്. ഞാൻ നിങ്ങളോടിപ്പം ആന എന്ന് പറഞ്ഞാൽ ആയെന്നും ഞായെന്നും രണ്ട് അക്ഷരങ്ങളല്ല മനസ്സിൽ വരുന്നത്, പിന്നെന്താ വരുന്നത്? ആനയുടെ രൂപമാണ് വരുന്നത് അല്ലേ? അതുപോലെ തന്നെ നമ്മളൊരു കഥ വായിക്കുകയാണ്. ആ കഥ വായിക്കുന്ന സമയത്ത് നമ്മൾ ആ കഥാപാത്രങ്ങളെ നമ്മൾ കണ്ടില്ലെങ്കിലും അതിൻ്റെ ഒരു രൂപം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മനസ്സിൽ സങ്കല്പ രൂപത്തിൽ വരുന്നുണ്ട്. അപ്പം ചിത്രങ്ങളാണ് നമ്മുടെ മനസ്സിൻ്റെ ഭാഷ. അതുകൊണ്ടാണ് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോകും, പക്ഷെ കാണുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യത്തില്ല, പെട്ടെന്നൊന്നും മറന്നു പോകത്തില്ല. ഈ സീരിയൽ കാണുന്ന സമയത്ത് അതിലെ കഥാപാത്രവുമായിട്ട് നമ്മൾ വല്ലാതെ അങ്ങോട്ട് ഇഴുകി ചേരുന്നുണ്ട്. അതുകൊണ്ട് അവർ കരയുമ്പോൾ നമ്മളും കരയും, അവർ ചിരിക്കുമ്പോൾ നമ്മൾ ചിരിക്കും. അപ്പം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇത് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ അതിന് ഒരു സെൻസ് ഇല്ല. ഇത് ശരിയാണോ തെറ്റാണോ, ഇത് സീരിയൽ കാണുവാണോ, അതല്ലെങ്കിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുവാണോ, അല്ലെങ്കിൽ നമ്മളിതൊരു വിഷ്വലൈസ് ചെയ്യുവാണോ, ഇതൊന്നും എന്ത് ചെയ്യത്തില്ല, ഈ സബ് കോൺഷ്യസ് മൈൻഡിന് തിരിച്ചറിവില്ല. അപ്പോൾ എന്ത് സംഭവിക്കും, നമ്മളുടെ ജീവിതത്തിൽ അത്തരം അനുഭവങ്ങളാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെന്നുള്ള രീതിയിൽ ഈ സബ് കോൺഷ്യസ് മൈൻഡ് അത്തരം കാര്യങ്ങളെ അട്രാക്റ്റ് ചെയ്ത് നമ്മളുടെ ലൈഫിലേക്ക് കൊണ്ടുവരും. ഞാൻ ഈ പറഞ്ഞത് സത്യമാണോ എന്നറിയണമെങ്കിൽ എൻ്റെ മുന്നിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ സീരിയൽ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ആയിരിക്കും. കാരണം അത്തരം ഒരു തമ്പനയിൽ ഞാൻ ഇടുമ്പോൾ സീരിയൽ കാണുന്നവരാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അതിൽ കാണാനായിട്ട് വരത്തുള്ളൂ. സ്വന്തമായിട്ടൊന്ന് വിശകലനം ചെയ്ത് നോക്കിക്കേ, സ്വന്തം ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. നമ്മളുടെ ലൈഫിൽ അതിന് സമാനമായ അനുഭവങ്ങൾ, ഇപ്പോൾ വിഷമം, അല്ലെങ്കിൽ വീട്ടിലെ വഴക്ക്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അനുഭവപ്പെടുന്നുണ്ടോ, നമ്മൾ അനുഭവിക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. തീർച്ചയായിട്ടും കാണും. ശരിക്കും പറഞ്ഞാണ്ടല്ലോ, രാവിലെ അമ്പലത്തിൽ പോകും, അല്ലെങ്കിൽ സന്ധ്യയാകുമ്പോൾ ഒന്ന് അമ്പലത്തിലൊക്കെ പോയി വിളക്ക് കത്തിക്കും, പ്രാർത്ഥിക്കും. ബാക്കിയുള്ള സമയം ഫുള്ള് നമ്മൾ ഇത്തരം കാഴ്ചകൾ കാണും, കേൾക്കും. പിന്നെ ഈ സീരിയൽ കണ്ടു കഴിയുമ്പോൾ പകലിൽ കൂടുതൽ സമയം നമ്മളുടെ മനസ്സിലേക്ക് എന്തു പോകും, ഈ കഥാപാത്രങ്ങൾ പോകും, അതിനെക്കുറിച്ച് ആ സീരിയലുകളെ കുറിച്ച് ചിന്ത പോകും. അപ്പം അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ആ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓടിച്ചെന്ന് ടി വി കാണുന്നത്. നമ്മുടെ ആ ഒരു സമയമാകുമ്പോൾ പെട്ടെന്ന് ജോലികളൊക്കെ തീർത്ത് നമ്മൾ ആ ടൈം ആകുമ്പോൾ ചെന്ന് ടി വി വെക്കും. എന്തുകൊണ്ട്? നമ്മളത് ആഗ്രഹിക്കുന്നു, കാണാൻ ഇഷ്ടപ്പെടുന്നു അല്ലേ? അതുകൊണ്ട്. അപ്പം അതിനർത്ഥമെന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്തു. എന്താണോ നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്, ചിന്തിക്കുന്നത്, അതിനനുസരിച്ചുള്ള ജീവിത സാഹചര്യങ്ങൾ മാത്രമേ നമുക്കുണ്ടാവത്തുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഒരുപാട് സീരിയൽ കാണുന്ന വ്യക്തികളെന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാരാണ്? ഒരു മിഡിൽ സ്റ്റേജിലുള്ള ഒരു മുതൽ താഴോട്ടുള്ളവരാണ്. ഒരു ഹൈ ലെവലിൽ ജീവിക്കുന്ന വ്യക്തികളിലേക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. അവരുടെ ജീവിതത്തിൽ ഇത്തരം സീരിയലുകളും കാര്യങ്ങളും ഒന്നും കാണത്തില്ല. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ എന്തായിരിക്കും, അവരുടെ ലൈഫിൽ കുറവായിരിക്കും. അവർ നോക്കുന്നത് മൊത്തം എങ്ങനെ ജീവിതത്തിൽ കൂടുതൽ ഉയർച്ചയിലെത്താം, എങ്ങനെ പൈസ ഉണ്ടാക്കാം, അല്ലെ ജീവിതം എങ്ങനെ ആസ്വദിക്കാം, എങ്ങനെ ആഘോഷിക്കാം, ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അവരുടെ ലൈഫ് എങ്ങനെയുള്ളത്, അത്തരം ലൈഫിലോട്ടാണ് അവർ പോകുന്നത്. അപ്പോൾ എന്നെ കാണുന്ന നിങ്ങൾക്ക് ഇതുവരെ ഒരു പക്ഷേ തിരിച്ചറിവുണ്ടായിരുന്നു കാണത്തില്ല, ഇതിങ്ങനെയൊക്കെയാണ് നമ്മുടെ ലൈഫിൽ സ്വാധീനമുണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇപ്പം നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ഒരു 6 സീരിയൽ ഒരു ദിവസം കാണുന്നുണ്ടെങ്കിൽ ഓരോരോ സീരിയലായിട്ടെങ്കിലും കുറച്ച് കൊണ്ടുവരിക. ആ ഒരു ടൈമിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? സീരിയൽ കാണുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ ലൈഫിൽ എങ്ങനെയൊക്കെ മാറ്റം വരുത്താമെന്ന് നമുക്ക് ചിന്തിക്കാം.
അമ്മമാരാണെങ്കിൽ മക്കളുടെ ഭാവി എങ്ങനെ സുരക്ഷിതമാക്കാം, അവരുടെ ഉയർന്ന ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് സങ്കല്പിക്കാം, അതും അല്ലെങ്കിൽ നമുക്ക് ഈ എങ്ങനെ നമ്മുടെ ലൈഫിൽ അടുത്ത ഒരു സ്റ്റേജിലേക്ക് എത്താം, അങ്ങനെ പോസിറ്റീവായിട്ട് എന്തെല്ലാം കാര്യങ്ങൾക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ചിന്തിക്കാൻ നമുക്ക് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പ്രവർത്തിക്കാൻ നമുക്ക് സമയം കിട്ടും അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഈ സീരിയൽ കാണുമ്പോൾ ഈ ഒരു അവസരങ്ങളെല്ലാം എന്ത് ചെയ്യുക, നമുക്ക് നഷ്ടപ്പെടുന്നതും പോരാഞ്ഞിട്ട് അവർ ആ കാണിക്കുന്ന അത്തരം സാഹചര്യങ്ങൾ നമ്മൾ പോലും അറിയാതെ ആകർഷിച്ചെടുത്തിട്ട് പിന്നെ എന്ത് ചെയ്യുക, നമ്മൾ വിധിയെ പഴിക്കുന്നു, പിന്നെ ദൈവത്തിനെ കുറ്റം പറയുന്നു അല്ലേ. ഇതിൻ്റെ ഒന്നും ഒരു കാര്യമില്ല. നല്ല കാര്യങ്ങൾ കാണുക, നല്ല കാര്യങ്ങൾ കേൾക്കുക, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നല്ലതിനെ മാത്രം നിക്ഷേപിച്ചാൽ ആ സബ് കോൺഷ്യസ് മൈൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് അത്തരം സാഹചര്യങ്ങളെ മാത്രം നമ്മളിലേക്ക് കൊണ്ടുത്തരുന്നുണ്ട്. അത്രയ്ക്കും ബെറ്റർ ആട്ടോ അത്. നല്ലതായിടുന്നെങ്കിൽ നല്ലത് തന്നെ കൊണ്ടുത്തരും. മോശം കാര്യം ഇട്ടതുകൊണ്ടാണ് മോശം കാര്യം അത് കൊണ്ടുത്തന്നത്, അത് മനസ്സിലാക്കുക. അപ്പം ഇന്ന് മുതൽ നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കേ. ഒരു 10 ദിവസം നിങ്ങൾ സീരിയലൊക്കെ ഒന്ന് ഒഴിവാക്കി നിങ്ങൾ പോസിറ്റീവായിട്ടൊന്ന് ഇരുന്നിട്ട് എൻ്റെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ഒരു കമൻറ്റ് ഒന്നിടണം. എൻ്റെ ഒരു റിക്വസ്റ്റാണത്. ഒരു മാറ്റം നിങ്ങൾക്ക് അനുഭവപ്പെട്ടോ ഇല്ലയോ? ഈ സീരിയൽ ഒരുപാട് കാണുന്നവരുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് അവർക്ക് എപ്പോഴും ടെൻഷനും മൂഡ് ഔട്ടും ദേഷ്യവും അങ്ങനെയൊക്കെ ആയിരിക്കും. അവർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഹാപ്പി മൂഡ് ഉണ്ടാവത്തില്ല. അവർക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു അലട്ടൽ, ടെൻഷൻ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ മൈൻഡിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത്തരം നിർദ്ദേശങ്ങളാണ്. അതുകൊണ്ട് അപ്പം ഈ ഒരു 10 ദിവസം, ഒരു 10 days ഞാനൊരു ചലഞ്ച് പറയുക നിങ്ങളുടെ അടുക്കൽ. ഈ ഒരു 10 days നിങ്ങൾ പിന്നെ TV സീരിയലുകൾ നിർത്തിവെച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.